ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ മേടിക്കാനുള്ളതാണ് ഗൈസ്. ചിക്കൻ കടയ്ക്ക് കണ്ടോ, ചിക്കൻ. നമുക്ക് ചിക്കൻ മേടിച്ചിട്ട് ഇന്ന് നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലത്തെ ചിക്കൻ കട. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നമ്മുടെ ചിക്കൻ ഇതായിരിക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം ക്ലീൻ ആക്കാം. നമുക്കത് ചിക്കൻ നോക്കാം. ഗൈസ്, ലെഗ് പീസ് ഉണ്ട് ഗൈസ്, നിങ്ങൾ കണ്ട് ലെഗ് പീസ്. ചിക്കൻ നന്നാക്കാം. അതിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഒരു കത്തി, പിന്നെ ഒരു കട്ടിംഗ് ബോർഡ്. നമ്മൾ ലെഗ് പീസ് ഉണ്ട്, ഇത് നമ്മൾ പൊടിക്കില്ല, മാറ്റി വയ്ക്കാം. രണ്ടെണ്ണം, പിന്നെ കുറച്ച് കഷ്ടം. നിങ്ങൾ ചിക്കനൊക്കെ മുറിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മുറിക്കാൻ. കത്തി കൈമ തട്ടാതെ സൂക്ഷിക്കും. ഇതൊരു ടിപ്പായിട്ട് എല്ലാവരും കാണാം. ചിക്കൻ അയാളോട് ഞാൻ ചെറിയ കഷ്ണമാക്കി തരാൻ വന്നത്, പക്ഷെ അയാൾ ആക്കി തന്നില്ല. ഈ വ്ളോഗ് കോഴിക്കടക്കാരൻ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. കുഞ്ഞ കഷ്ണങ്ങളാക്കി വേണം ആൾക്കാർക്ക് കൊടുക്കാൻ. എന്നാൾക്ക് വീട്ടിൽ പോയി ഇങ്ങനെ കഷ്ടപ്പെട്ട് മുറിക്കണ്ട, ഡയറക്റ്റ് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കിയ പോരെ. അതായത് നമുക്ക് ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഇതൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഗൈസ്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് ഇഞ്ചി വേണം, പച്ചമുളക് വേണം, മല്ലിയില വേണം, പിന്നെ കുറച്ച് കുരുമുളക്. ഇവിടെ പച്ചക്കുരുമുളക് ഇല്ല, നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം. ഗൈസ്, നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല പച്ചക്കളർ, അത്രയ്ക്കാണ് പച്ചക്കളർ വന്നില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ. നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഗൈസ്. ഇത് കുറേ ഉണ്ടാവുന്ന ബാക്കി അതിലും തേക്കില്ലേ. കുറച്ച് മുളക് പൊടി, മറ്റേ മുളക് പൊടി ഇട്ടാൽ മതി അല്ലേ, കാശ്മീരി. ഗൈസ്, അടിപൊളി മസാലയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നല്ല മസാലയൊക്കെ സെറ്റായി നല്ല അടിപൊളിയായിരിക്കും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ, നല്ല നാടൻ VVN വെളിച്ചെണ്ണയിൽ നമുക്ക് വെക്കാം. VVNൻ്റെ പ്രൊമോഷനൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 1-1.5-2 മണിക്കൂറോളമായിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം ഗൈസ്. നമുക്കപ്പോൾ ഗ്യാസ് കത്തിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട്. മെഗച്ചി കുക്കിംഗ് റെഡിയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ മധുപ്പാപ്പ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച കളറിലുള്ള നല്ല 2 ചിക്കൻ കാലുകളാണ് നിങ്ങൾ കാണുന്നത്. സൂപ്പർ ഇല്ലാതെ തരാൻ പറ്റുമോ? പൊട്ടിത്തെറിക്കുന്നൊക്കെ ഒരു സൈഡ് നമ്മൾ മറച്ചിട്ടിരിക്കുന്നു.